ആ ആ ആ അതെ അതെ ശിവരാമ എന്താ കാര്യം എന്നറിയോ? ഇതിപ്പോൾ നിങ്ങൾ ഏത് യൂണിറ്റ് തുടങ്ങുകയാണെങ്കിലും അതിൻ്റെ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്, അത് തയ്യാറാക്കണം. എന്നിട്ട് അത് ബന്ധപ്പെട്ട ആളുകൾ നിങ്ങൾ ഏത് ലോണാണ് എടുക്കണമെന്ന് വെച്ചാൽ അത് ബന്ധപ്പെട്ട ആളുകളായിട്ട് സമീപിച്ചിട്ടേ അത് ലോൺ പാസ്സാക്കണം ആദ്യം. ഞാൻ വൈകിട്ട് വന്ന് സംസാരിക്കാം. ഞാൻ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്രൊസീജിയർ അറിയാത്തതുകൊണ്ടാണ്. ഓ വന്ന് സംസാരിക്കണം കേട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ശരി ശരി. ഓ എന്നാ വയ്ക്കി. നമസ്കാരം സാർ. ഓ നമസ്കാരം. എന്താണ്? ഞാനേ എൻ്റെ അക്കൗണ്ടിൻ്റെ ഒരു കാര്യം ഒന്ന് അന്വേഷിക്കാൻ വന്നതാണ്. ഓ ഒരു മെസ്സേജ് വന്നിരുന്നു, ഈ പാൻ കാർഡിൻ്റെ എന്തോ ഡീറ്റെയിൽ ഇവിടെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. എന്താ പേരെന്താണ്? മന്മഥൻ. ഓ മന്മഥൻ, കാരക്കുഴിയിൽ മന്മഥൻ വലിയ വീട്ടിൽ. യെസ്, വലിയ വീട്ടിൽ വലിയ വീട്ടിൽ അതാണ്. വലിയ വീട്ടിൽ. ഓ NRI ആണ്. അതെ. നിങ്ങളുടെ അക്കൗണ്ട് നമ്മുടെ ഈ പാൻ കാർഡായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലല്ലോ, എന്താ ചെയ്യാത്? അത് പാൻ കാർഡ് എടുത്തില്ല സാർ. അതെന്താ പോയി എടുത്താൽ വന്നാൽ പോരെ? അതല്ല, എനിക്ക് പാൻ കാർഡ് ഇല്ല. എടുത്തിട്ടില്ലേ? ഇല്ല. അത് കഷ്ടമായല്ലോ. നിങ്ങളൊരു NRI ആയിട്ട് അതൊക്കെ ചെയ്യാത്ത മോശമല്ലേ ഇത്? അല്ല, പാൻ കാർഡ് എടുക്കാനായിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ ആധാർ വേണമെന്ന് പറയണം. ആധാറില്ലെങ്കിലും നിങ്ങൾ NRI ആയതുകൊണ്ട് വേറെ പ്രൊസീജിയർ അനുസരിച്ച് നിങ്ങൾക്ക് പാൻ കാർഡ് എടുക്കാൻ പറ്റും. എടുക്കാം. ഓ ഞാനത് അറിഞ്ഞു. അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോൾ എന്നോട് കുറേ രേഖകൾ വേണമെന്ന് പറഞ്ഞു. ഈ രേഖകളെല്ലാം ഞാൻ ഒപ്പിച്ച് വരുമ്പോഴേക്കും എൻ്റെ ഈ 15 ദിവസത്തെ ലീവ് അങ്ങ് കഴിയും. ഓ അധികം ലീവ് കിട്ടൂല സാറേ. പുള്ളിക്ക് അവിടെ ചെന്നിട്ട് ഒരു 10-65 ഒട്ടകത്തിനെ കറക്കാനുള്ള ഫാമുണ്ട്. ഫാം എൻ്റെ അണ്ടറിലാണേ. എൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് വർഷമായിട്ട് ഗൾഫിലാണേ. അപ്പം ഇങ്ങോട്ട് അധികം വരവില്ല. വൈഫിനെ ഇങ്ങോട്ട് സെറ്റിലാക്കാന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. അങ്ങനെ വരുമ്പോൾ ഒരു വീട് ഞാനിവിടെ അഡ്വാൻസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചേക്കാം. ശരി. അപ്പോൾ അതിന് എനിക്കൊരു ഹൗസിംഗ് ലോൺ വേണം. ഓ ഓ ഓ ഇതിപ്പോൾ എത്ര ലക്ഷം വേണ്ടി വരുന്നത് ഏകദേശം? ഒരു 40 lakhs. നിങ്ങൾക്കിപ്പോൾ ഇവിടുത്തെ ലോൺ തരാതിരിക്കാന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. അപ്പം നിങ്ങൾ ഹൗസിംഗ് ലോണാണ് അപേക്ഷിക്കാൻ പോണത് അല്ലേ? അപ്പം ഈ ഹൗസിംഗ് ലോൺ എടുത്തിട്ട് നിങ്ങൾക്കൊരു വീട് വെക്കണം എന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് മസ്റ്റാണ് ഈ ആധാർ കാർഡ്. ആധാർ ഇല്ലാണ്ട് ഒരു പരിപാടി നിങ്ങൾക്ക് നടക്കില്ല. അല്ല സാർ, ഒന്ന് സഹായിക്കാൻ പറ്റൂലേ? ഞാൻ എന്ത് സഹായിക്കണത്? വില്ലേജ് ഓഫീസിൽ ചെന്നിട്ട് നിങ്ങൾ കടടച്ച രസീത് വേണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആധാർ വേണം. അല്ല സാറേ, നേരത്തെ 2 മന്മഥൻ വായിച്ചില്ലേ അക്കൗണ്ടുള്ള? 2 മന്മഥൻ. മറ്റേ മന്മഥന്റെ പുള്ളിക്കൊന്നും കാരക്കുഴിയിൽ മന്മഥൻ. കാരക്കുഴിനൊന്നും ലിങ്ക് ചെയ്യാൻ പറ്റില്ലേ സാർ വിചാരിച്ച? ആരായിട്ട് ലിങ്ക് ചെയ്യുന്നത്? ഈ മന്മഥനായിട്ട്. എന്ത് വീട്ടിലാണ് പറയുന്നത്? അല്ല സാർ, ആൾക്ക് ബാങ്ക് അക്കൗണ്ടും ഇല്ല, ബാങ്കോട്ട് വലിയ പരിചയമില്ല. അത് ശരി. അപ്പം നിങ്ങളാണെങ്കിൽ ഇവിടെ ഇല്ലാത്ത ഒരാൾ എന്നിട്ട് ഒരു പരിചയമില്ലാത്ത ആളായിട്ടാണ് വന്നിരിക്കുന്നത്. സാറിന്റെ എന്തെങ്കിലും പേഴ്സണൽ സോഴ്സ് ഉപയോഗിച്ച് ഞാൻ സാറിനെ എന്തെങ്കിലും കണ്ടാല് അങ്ങനത്തെ അല്ല, കേസ് കേട്ട് വേറെയാണ്. അതല്ല പ്രശ്നം. മന്മഥന്റെ അടുത്ത് ഇഷ്ടം പോലെ പൈസ ഉണ്ട്, പക്ഷെ ആധാറില്ല. എൻ്റെ അടുത്താണെ ആധാറുണ്ട്, കയ്യിൽ 10 പൈസയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇത് തമ്മിലൊന്ന് ലിങ്ക് ചെയ്യാൻ വല്ലതും. ഇയാൾ എന്താണ് ആവശ്യമില്ലാത്തവർത്തൊക്കെ ലിങ്ക് ചെയ്യാൻ നടക്കുന്നത്? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, ആധാറൊക്കെ ശരിയാണ്, ഇതൊരു ബാങ്കാണ്. നിങ്ങൾ വീട്ടില്ലാതെ അതൊന്നും പറഞ്ഞു കാര്യം. സാറിനൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഈ പാൻ കാർഡ് ആവശ്യം. ഒന്നാമത് നിങ്ങൾ NRI ആണ്. ഇപ്പോൾ ഒരു 50,000 രൂപയുടെ മേലെ നിങ്ങളൊരു ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് പാൻ കാർഡ് മസ്റ്റാണ്. കഷ്ടമുണ്ട് കേട്ടോ സാറേ. എന്ത് കഷ്ടം? ഞങ്ങളെ പോലുള്ള കഷ്ടപ്പെട്ട് ഞങ്ങളെ കയ്യിരിക്കുന്ന കാശ് കൊണ്ട് ബാങ്കിൽ ഇട്ടിട്ട് നിങ്ങൾ ഓരോ വർഷം ഓരോ നിയമം. ആദ്യം പറഞ്ഞ് തിരിച്ചറിയൽ കാർഡ് വേണമെന്ന്, പിന്നെ ഇപ്പോൾ പാൻ കാർഡായി, ഇനിയിപ്പോൾ ആധാറായി. ഇത് എന്തൊക്കെയാണ് സാർ? എന്ത് റൂൾസാണ് നിങ്ങളുടെ നാട്ടിൽ? കേൾക്ക്, നോക്ക്, നിങ്ങൾ ഇവിടുത്തെ അക്കൗണ്ട് ഹോൾഡർ ആയതുകൊണ്ടാണ് ഇത്ര നേരം മാന്യമായിട്ട് നിങ്ങളോട് ഞാൻ സംസാരിച്ചത്. നിങ്ങൾ കറക്റ്റ് 3 വർഷത്തെ റിട്ടേൺസിലാണ് ഇവിടുത്തെ ഒരു ബാങ്ക്. സാർ എന്ത് റിട്ടേൺസ് ആണ് പറയുന്നത് സാറ്? ഞാൻ അതെ ഇപ്പൊ എനിക്ക് ഒന്നും വേണ്ട, നിങ്ങളുടെ ലോണും വേണ്ട, ഒരു കുന്തവും വേണ്ട. വിഷമുണ്ട് സാറേ, വിഷമുണ്ട്. ഞങ്ങൾ കഷ്ടപ്പെടുന്ന പൈസ കൊണ്ട് നിങ്ങളെ ബാങ്കിൽ ഇട്ടിട്ട് എടുക്കാൻ പറ്റാന്ന് എനിക്ക് പരിചയമുണ്ട്. നിന്റെ പരിചയം മതി, നീ എടുത്തിടത്തോളം മതി, ഒന്നും എടുത്തു കൈവിട്. ഇതേതാണ് ഈ കരുതല്? നേരെ വെളുക്കുമ്പോൾ തന്നെ മനുഷ്യർ തലവേദന ഉണ്ടാക്കാൻ വേണ്ടി കയറി വരികയാണ്. ആധാറും ഇല്ല, അവന് പാൻ കാർഡും ഇല്ല, NRI ആണ്. എന്നിട്ട് അവന് 40 ലക്ഷം ലോൺ കൊടുക്കാം. അവൻ്റെ അമ്മായച്ചനാണ് ഞാൻ. 40 ലക്ഷം